പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മക്കളെ, പുതുവത്സരം പിറന്നു കഴിഞ്ഞു. 2026 ജനുവരി മാസം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. പുതുവത്സരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നാം ആശംസകൾ പകർന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഒരു പുതിയ കഥാപാത്രം, അധികമൊന്നും ആ കഥാപാത്രത്തെ സംബന്ധിച്ച് പറയുന്നില്ല. പറയുന്നതാകട്ടെ വളരെ ശക്തവും അനുകരണീയമായ ഒരു മാതൃകയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയെന്നുള്ള ഒരു പ്രത്യേകതയും. ആരാണത്? ഹാനോക്കാണ്. ഹാനോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനീഷ്യേറ്റഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. അതെന്നെ സ്പർശിച്ചു. ഡിക്ഷണറി നോക്കുമ്പോൾ ഹാനോക്ക് വാസ് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവാഭിമുഖമായി ദൈവത്തിങ്കിലേക്ക് ഉപനയിക്കപ്പെട്ടവൻ, ദൈവത്തിങ്കിലേക്ക് മുൻപോട്ട് ആഞ്ഞ് നടന്നടുത്ത് ചെല്ലുന്നവൻ എന്ന് നമുക്ക് ഇച്ചിരി വിടർത്തി പറയാം. അങ്ങനെയുള്ള ആൾ എങ്ങനെയുള്ള സ്വഭാവമായിരിക്കും? ഹീസ് ഡെഡിക്കേറ്റഡ്. അവൻ സമർപ്പിതനാണ്. ദൈവത്തിങ്കിലേക്ക് ഉപനയിക്കപ്പെടുന്നവൻ അവൻ സമർപ്പിതനായിരിക്കും. മൂന്നാമത്തെ അർത്ഥം കമ്മിറ്റഡ്. ഇനീഷ്യേറ്റഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റഡ്. 3 വിശേഷണങ്ങൾ കുഞ്ഞുങ്ങളെ അത് മനസ്സിൽ നമുക്ക് കുറിക്കാം. ആർ യു ഇനീഷ്യേറ്റഡ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്? ദൈവസന്നിധിയിലേക്ക് നീ നയിക്കപ്പെട്ടവരാണോ, ഉപനയിക്കപ്പെട്ടവനാണോ? അങ്ങനെ ഒരു ജീവിതത്തിനായി നീ സമർപ്പിതനാണോ? ഉപനയിക്കപ്പെട്ട് സമർപ്പിതനായി ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ അത് മതി എൻ്റെ ജീവിതം എന്ന് തീരുമാനത്തിൽ ഉറച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, അതുണ്ടാവണം മക്കളെ. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എത്രയധികം അർത്ഥവത്തായി വരുന്നു നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ ഹാനോക്ക് എന്ന പദം, ഈനോക്ക് എന്ന ഇംഗ്ലീഷിൽ വേറൊരു ഉച്ചാരണവും കൂടി അതിനുണ്ട്. അതിൻ്റെ എബ്രായ രൂപത്തിൽ ഹാനോക്ക് എന്ന് തന്നെയാണ്. ആ പദം ഇന്ന് ധാരാളം ആൺകുട്ടികൾക്ക് പേരിനായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷമാണ്. അതിൻ്റെ അർത്ഥവും ആ അർത്ഥത്തിൻ്റെ പിന്നിലുള്ള ആളത്വവും നമ്മെ വല്ലാതെ ആകർഷിക്കും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് വളരെ മനോഹരമായൊരു വാക്യമുണ്ട്. നോഹിൻ്റെ കാര്യം പറയുമ്പോഴും നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്ന് തുടർന്നും നമുക്ക് വായിക്കാൻ കഴിയും 6-ാം അധ്യായം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹാനോക്കിനെ സംബന്ധിച്ച് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ആ നടന്നു എന്ന വാക്ക് എബ്രായ പദമാണ്. ആ എബ്രായ പദം നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ വ്യാകരണത്തിൽ പ്രത്യേകം എടുത്തു പറയുക, ഇറ്റ് ഈസ് എ വെർബ് വിച്ച് connotes a habitual life, a habitual work, habitual എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് വാസ് ഹിസ് ഹാബിറ്റ് that he always walked with God. He conducted his whole life such a way that he is with God, walking with God. If you are not with God, you cannot walk with God. The nearness, the closeness, the alertness that whether I am with God, walking with God, ദൈവത്തോടു കൂടെ നടക്കുക, അതൊരു സവിശേഷമായ ജീവിതത്തിൻ്റെ ഒരു ക്രമമാണ്. ഒരു ജീവിതക്രമമാണത്. അത് നിരന്തരമുണ്ടാകുന്ന ഒരു ജീവിതക്രമമാണ്. അതുകൊണ്ടാണ് ജീവിതക്രമം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു തീരുമാനമെടുത്ത്
പിന്നെ അതിൽ നിന്നും ആ തീരുമാനത്തിൽ നിന്നും പിന്മാറി എവേ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് വളരെ അകന്ന്. പക്ഷേ ഇവിടെ ശ്രദ്ധാലുവായ ഒരു ദൈവപുരുഷൻ ഹാനോക്ക്. He was particular that he is always with God and the whole conduct of his life is with God. അവൻ്റെ ജീവിതത്തിൻ്റെ നടത്ത എന്ന വാക്കിന് വളരെ അർത്ഥപൂർണമാണ്. നടത്ത എന്ന വാക്ക്, ടു വാക്ക് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു ലിവ് വിത്ത് ഗോഡ്, ടു ബി നിയർ ടു ഗോഡ്, ടു ബി ഫേസ് ടു ഫേസ് ഗോഡ് എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അത് ആ സമർപ്പണം, ദൈവസന്നിധിയിലേക്കുള്ള അവൻ്റെ ആഭിമുഖ്യം, ആ തരത്തിലുള്ള ജീവിതത്തിൻ്റെ സമർപ്പണം, അതിനായുള്ള സമ്പൂർണമായി അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതും ഇതെല്ലാം ആ അർത്ഥമാണ്. എപ്പോഴും ദൈവത്തോടുകൂടെ നടക്കുവാൻ ശ്രദ്ധിച്ച ഒരു ദൈവപുരുഷൻ എന്ന് വേണം വാക്ക്ഡ് വിത്ത് ഗോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഒരല്പം ഒന്ന് വിടർത്തി പറയുമ്പോൾ. അതിൻ്റെ അർത്ഥം നിരന്തരമായ ഒരു സ്വഭാവ വൈശിഷ്ട്യം, ഒരു പ്രകൃതം, അത് സ്വഭാവമായി മാറുകയായിരുന്നു. ആവർത്തിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആളത്വത്തിൻ്റെ ഭാഗമായി സംശീകരിക്കപ്പെടും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഹാനോക്കിലേക്ക് നോക്കൂ. ഹാനോക്ക് അങ്ങനെയുള്ള ഒരു ദൈവപുരുഷനായിരുന്നു എന്ന് നാം കാണുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം സമഗ്രമായും രൂപാന്തരപ്പെടുകയായി. നമ്മളുടെ ആളത്വത്തിൻ്റെ ഭാഗമായി അത് പരുവപ്പെടുകയായി. അവിടെ എഴുതിയിരിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. Oh, that is wonderful. If you walk with God, God will carry you. ആ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എവിടെയായിരിക്കുന്നുവോ ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ജഡത്തോടുകൂടെ തന്നെ, ഈ ശരീരത്തോടുകൂടെ തന്നെ ഹാനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഏലിയാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു, ഉടലോടെ എടുത്തു, ശരീരത്തോടുകൂടെ എടുത്തു. ഒരു ചുഴലിക്കാറ്റ് വന്നു. ആ ചുഴലിക്കാറ്റിൽ എന്ന പോലെ ദൈവത്തിൻ്റെ സിംഹാസനം ഇറങ്ങി വന്നു എന്ന് നമുക്ക് ചേർത്ത് പറയാം. അങ്ങനെ ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. പുതിയ നിയമത്തിൽ കന്യകമറിയാമൻ സാധാരണ മരണം പ്രാപിച്ചു. അത് കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കകം ദൈവത്തിൻ്റെ മാലാഖമാരും അവൻ്റെ പരിശുദ്ധന്മാരും വന്ന് മാതാവിൻ്റെ ശരീരം ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു ദൈവം. അങ്ങനെ കാണുന്നുണ്ട്. ഈ 2 ആളുകളുടെ, ഏലിയാവിൻ്റെ അനുഭവം, ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ അനുഭവം, അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാതാവിൻ്റെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ അനുഭവത്തിന് മുന്നോടിയായി ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അതിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അതൊരു കാര്യം നമ്മൾ പ്രത്യേകം നമ്മളോട് പറയുക. എന്തൊരു ഭാഗ്യാവസ്ഥയാണ്! ജഡത്തിൽ ജീവിക്കുന്ന, മണ്ണിൽ കാലോന്നി സാധാരണ മനുഷ്യരായി നടക്കുന്ന നമ്മളിൽ ഒരാൾ ഹാനോക്ക് എന്ന വ്യക്തിത്വം ദൈവതിരുസന്നിധിയിൽ അയാളുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തിയതിൻ്റെ ഫലമായി, അവൻ്റെ നടത്ത എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം, അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമം മുഴുവനും ദൈവത്തോട് കൂടെ ആയതിൻ്റെ ഫലമായി
ജഡം, നമ്മുടെ ശരീരം ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ അവരെ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തു. അക്കാരണത്താൽ കാണാതെയായി. അങ്ങനെയുമുണ്ടൊരു ജീവിതം. ഈ ലോക ജീവിതത്തിന് അങ്ങനെ ഒരു മാനവും ഒരു തലവും ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുക. ഹാനോക്കിൻ്റെ പിതാവിൻ്റെ പേര് യാരദ് എന്നായിരുന്നു. ഹാനോക്ക് മെതൂശലഹിൻ്റെ പിതാവുമായിരുന്നു. മെതൂശലഹ് ജനിക്കുമ്പോൾ അവന് 65 വയസ്സായിരുന്നു. അവിടെ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് ഹാനോക്ക് മെതൂശലഹിന് ജന്മം കൊടുത്ത ശേഷം ഹാനോക്ക് 300 വർഷവും കൂടെ ജീവിച്ചിരുന്നതാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ 300 വർഷം ജീവിച്ചു, ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇതാണ് പാഠം. ഇതൊരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ദൈവത്തോട് നമ്മളുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ അവനോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ച് ഈ ശരീരം തന്നെ പവിത്രീകരിക്കപ്പെട്ട് അത് ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന മനോഹരമായ മനുഷ്യൻ്റെ ആത്യന്തികമായ ഭാഗധേയം. അങ്ങനെ അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമായിരുന്നു, ഒരാളായിരുന്നു ഹാനോക്ക് എന്ന് നമ്മൾ പഠിക്കും. കുഞ്ഞുങ്ങളെ, ഇത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ നമ്മളുടെ കൺമുമ്പിൽ വയ്ക്കണം. അവരെ സംബന്ധിച്ച് ആഴമായി പഠിക്കണം. അവരിൽ നിന്ന് പാഠങ്ങൾ സ്വാംശീകരിക്കുവാൻ ദൈവവചനത്തിലൂടെ നാം ശ്രദ്ധിക്കുകയും വേണം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പുതിയ വർഷം ഈ പാഠം നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തമ്പുരാനോട് നമുക്ക് കൃപ ചോദിച്ചുകൊണ്ട് ഈ വർഷം തുടർന്നും ദൈവകൃപയിൽ ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.